റീലുകൾക്കായുള്ള ഓട്ടോ സ്ക്രോൾ ഫീച്ചറിന് ശേഷം പോസ്റ്റുകൾക്കായും ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഫീച്ചർ അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നു. സ്ക്രീൻ സമയത്തെയും നിഷ്ക്രിയ ഉള്ളടക്ക ഉപഭോഗത്തെയും കുറിച്ച് ഉപയോക്താക്കളിൽ നിന്ന് ഈ പരീക്ഷണത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഉപയോക്താക്കളുടെ ഒരു ഉപവിഭാഗവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാം നിലവിൽ ഒരു പുതിയ ഓട്ടോ സ്ക്രോൾ ഫീച്ചർ പരീക്ഷിക്കുകയാണ്. ഈ ഫംഗ്ഷൻ പോസ്റ്റ് ക്രമീകരണങ്ങൾക്കുള്ളിൽ ഒരു ഓട്ടോ സ്ക്രോൾ ടോഗിൾ അവതരിപ്പിച്ചു. ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ പ്രധാന ഫീഡിലൂടെ യാന്ത്രിക സ്ക്രോളിംഗ് പ്രാപ്തമാക്കാൻ അനുവദിക്കുന്നു. തൽഫലമായി ഉപയോക്താക്കൾക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് സ്വമേധയാ സ്വൈപ്പ് ചെയ്യാതെ തന്നെ പോസ്റ്റുകൾ കാണാൻ കഴിയും. പ്ലാറ്റ്ഫോമിലെ ഒരു ത്രെഡ് ഉപയോക്താവായ ഏർണിംഗ് വിത്ത് ഡേഡ്ര ആണ് അപ്ഡേറ്റ് ശ്രദ്ധിക്കുകയും പങ്കിടുകയും ചെയ്തത്. പുതിയ ഫീച്ചർ പ്രധാന ഇൻസ്റ്റാഗ്രാം ഫീഡിലെ പോസ്റ്റുകൾക്കാണ് ബാധകമാകുന്നത്. റീൽസിനെ ഇത് ബാധിക്കില്ല, കാരണം അവിടെ ഇതിനകം തന്നെ ഓട്ടോ സ്ക്രോളിംഗ് ഓപ്ഷൻ ലഭ്യമാണ്. ഇൻസ്റ്റാഗ്രാമിന്റെ ഉള്ളടക്കത്തിന്റെ ഭൂരിഭാഗവും റീൽസിന്റെ രൂപത്തിലാണെങ്കിലും ഈ അപ്ഡേറ്റിന്റെ പ്രാഥമിക ശ്രദ്ധ പ്രധാന ഫീഡ് അനുഭവമാണ്. ടിക്ടോക്ക്, യൂട്യൂബ് പോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഓട്ടോ സ്ക്രോളിംഗ് നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ ഇത് ഉപയോക്താക്കൾക്ക് ഒരു ജനപ്രിയ ഓപ്ഷനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഉപയോക്തൃ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും ഉള്ളടക്ക ഉപഭോഗം കാര്യക്ഷമമാക്കുന്നതിനുമുള്ള വ്യവസായ പ്രവണതകളുമായി ഇൻസ്റ്റാഗ്രാമിന്റെ നീക്കം യോജിക്കുന്നതായി തോന്നുന്നു. ഈ സവിശേഷതയുടെ വിശാലമായ അവതരണത്തിനായി ഇൻസ്റ്റാഗ്രാം പരസ്യമായി ഒരു ടൈംലൈൻ സ്ഥിരീകരിച്ചിട്ടില്ല.